കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നൂല, അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കോളിഫ്ലവർ ഇതിലിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കോളിഫ്ലവറൊക്കെ ഇതുപോലെ ചെറിയ പീസാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് അതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. ഒരു ഭാഗത്തോളം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇത് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കൊരു മസാല കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ നമ്മൾ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് ഓൾറെഡി നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ അരിപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പിലധികം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോവാതെ കുറച്ചൊരു തിക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ കംപ്ലീറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതാ നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരുമിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓരോന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ഇതുപോലെ ഇട്ടിട്ട് ഒന്നിച്ചാണ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുമിച്ചിട്ട് കൊടുക്കാതെ ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കിയെടുക്കരുത്. കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളറായി കിട്ടുന്ന വരെയാണ് കേട്ടോ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുവരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിതാ നല്ലപോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ സൈഡായിട്ടല്ല കേട്ടോ, ചായക്ക് കഴിക്കാനായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ്, സംഭവം ഈസി അല്ലേ?